സി വേണുഗോപാൽ ടെലിഫോണിൽ. കെ.സി. വേണുഗോപാൽ, ഇത് പ്രതിഷേധത്തിന്റെ വിജയമാണ്, യുവജനതയുടെ വിജയമാണ്, കോൺഗ്രസിന്റെ വിജയമാണ്. 12 വർഷത്തിൽ ഇതാദ്യമായി മോദി മുട്ടുമടക്കുകയാണോ ശ്രീ കെ.സി. വേണുഗോപാൽ? തീർച്ചയായിട്ടും അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും. മോദി മുട്ടുമടക്കിയിരിക്കുന്നു. വൻപിച്ച വിദ്യാർത്ഥി യുവജന രോഷത്തിന്റെയും പ്രതിപക്ഷ പാർട്ടികളുടെ യോജിച്ചുള്ള പോരാട്ടത്തിന്റെയും മുന്നിൽ മോദി മുട്ടുമടക്കിയിരിക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ഇത്രയും ദിവസക്കാലം ഇദ്ദേഹം ഇത് വൈകിപ്പിച്ച് നടത്താതെ വെച്ച് എല്ലാം പൊതിഞ്ഞു വെച്ച് നിർത്തിയ നടപടി ഇന്ത്യ മുഴുവൻ കണ്ടുകൊണ്ടിരുന്നതാണ്. എത്ര വിദ്യാർത്ഥികൾക്ക് നേരെയാണ് നരനായാട്ട് നടത്തിയത്. പ്രതിപക്ഷ നേതാവിനെ പോലും അതുപോലുള്ള എം പിമാരെ പോലും വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന സാഹചര്യം ഇന്ത്യ മാത്രമല്ല ലോകം ഞെട്ടിത്തിരിച്ചല്ലേ കണ്ടത്. അപ്പൊ ഈ ഒരു അസഹിഷ്ണുതാ മനോഭാവത്തിന്റെ അന്ത്യമാണ് ഈ സമരത്തിലൂടെ കുറിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനകത്ത് നമുക്ക് മറ്റൊന്നും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. വിദ്യാർത്ഥികളുടെ ഭാവി കൊണ്ട് പന്താടാൻ ഒരു സർക്കാരിനെയും അനുവദിക്കില്ല എന്നുള്ള നിശ്ചയദാർഢ്യത്തോടെയുള്ള തീരുമാനം കൂടിയായിരുന്നു, സംശയമില്ല. ഇതൊരു വൻ മുന്നേറ്റവും വൻ വിജയവുമാണ്. മോഡിയുടെ അവസാനത്തിന്റെ ആരംഭമായിരിക്കും. ശ്രീ കെ.സി., പാർലമെന്റിൽ പോലും പ്രധാനമന്ത്രിക്ക് വരാൻ കഴിയാത്ത വിധമാണ് അർദ്ധരാത്രിയിൽ വന്ന് വീഡിയോ ഇട്ട് പോകുകയായിരുന്നു പ്രധാനമന്ത്രി. ഇനി പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസരത്തിൽ കീഴടങ്ങുകയായിരുന്നു. അല്ലാതെ ഇന്നലെ രാത്രി പോലും ഈ ധർമ്മേന്ദ്ര പ്രധാനും പ്രധാനമന്ത്രിയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ്? ഇന്നലെ വൈകുന്നേരം പോലും അവർ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കില്ലായിരുന്നോ? കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? പാർലമെന്റിൽ ഇതൊന്ന് ചെയ്തിട്ട് ചർച്ച ചെയ്യൂ. വാശിയല്ലായിരുന്നോ? 5 ദിവസക്കാലം നഷ്ടപ്പെടുമായിരുന്നോ പാർലമെന്റിനെ? നഷ്ടപ്പെടില്ലായിരുന്നല്ലോ. അപ്പൊ അവര് വാശിയായിരുന്നു, അവരുടെ അഹങ്കാരമായിരുന്നു, അവർ വിചാരിച്ചാൽ എന്തും നടക്കുന്നുള്ള ചിന്താഗതിയായിരുന്നു, എന്ത് ജനവിരുദ്ധ സമീപനം സ്വീകരിച്ചിട്ടും മുന്നോട്ട് പോകാമെന്നുള്ള ചിന്താഗതിയായിരുന്നു. അതെല്ലാം അവസാനിപ്പിച്ചിട്ടാണ് ഇന്ത്യയിലെ വിദ്യാർത്ഥികള്, യുവാക്കള്, കോൺഗ്രസ് പാർട്ടി, അതുപോലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം, ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഈ പോരാട്ടത്തിന്റെ മുന്നിൽ നിന്ന് ഇത്രയും വലിയ വിജയം നേടിയെടുത്ത്. ഞങ്ങൾക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ പ്രയാസങ്ങളൊക്കെ അലിഞ്ഞില്ലാതാകുന്ന രീതിയിൽ വലിയ ആഹ്ലാദം നൽകുന്ന നിമിഷമാണിത്, ഈ പോരാട്ടത്തിന്റെ വിജയം. കെ.സി., ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. അടുത്ത ഘട്ടം ഇനി എന്താണ് കോൺഗ്രസിന്റേത്? രണ്ടും കൂടെ പ്രഖ്യാപിക്കുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒന്നാമത് നിയമം ഇപ്പം എന്തായാലും തിങ്കളാഴ്ച കൊണ്ടുവരുമെന്ന് പറയുന്നത്. നിയമം വരട്ടെ, നിയമം വരുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യാം. അടുത്തത് ഈ കേസുകൾ മുഴുവൻ പിൻവലിക്കണം, കോമ്പൻസേഷൻ കൊടുക്കണം, മരിച്ചുപോയ വിദ്യാർത്ഥികൾക്ക് കോമ്പൻസേഷൻ കൊടുക്കണം, അക്രമം നടത്തിയ ആളുകൾക്കെതിരെ പിന്നെ അക്രമം നടത്തിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി ഉണ്ടാകണം, അന്വേഷണം ഉണ്ടാകണം. അതുപോലെ തന്നെയാണ് പ്രധാനമന്ത്രി ഈ വിദ്യാർത്ഥികളോട് മാപ്പ് പറയണം. ഇത്തരം കാര്യങ്ങൾ കൂടി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അംഗീകരിക്കുന്നു തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നടന്നിരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും. താങ്ക് യു ശ്രീ കെ.സി. വേണുഗോപാൽ. കെ.സി. വേണുഗോപാലാണ് നമുക്കൊപ്പം ചേർന്നത്. ഈ യുവജനങ്ങൾക്കൊപ്പം നിന്ന് ഈ സമരത്തെ നയിച്ചത് രാഹുൽ ഗാന്ധിയും കെ.സി. വേണുഗോപാലും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള എം പിമാരും അടക്കമുള്ളവരായിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടതാണ്. തെരുവോരങ്ങളിൽ അവർ ഒരുമിച്ചാണ് പോരാടിയത്. 2 ഇടങ്ങളിലായിട്ടാണെങ്കിലും ജന്തർ മന്ദിറിൽ CJPയും തൊട്ടടുത്ത് ഗാന്ധി സ്മൃതിയിൽ കോൺഗ്രസിന്റെ എം പിമാരെയും പ്രേക്ഷകർ കണ്ടു. രാജ്യത്തുടനീളം ഇന്ന് സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടു. ബീഹാറിലെ പാറ്റ്നയിൽ, അലഹാബാദിൽ, ദില്ലിയിൽ, പലയിടങ്ങളിലും, ബംഗളൂരുവിൽ, കൊച്ചിയിൽ, തിരുവനന്തപുരത്ത്, അങ്ങനെ രാജ്യത്തുടനീളം യുവജനത തെരുവിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഒടുവിൽ പിടിച്ചു നിൽക്കാൻ ഗത്യന്തരമില്ലാത്ത അവസ്ഥയിൽ ഇപ്പോൾ ഒടുവിൽ ധർമ്മേന്ദ്ര പ്രധാൻ, ഇന്ത്യയുടെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി, രാജിവെച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ്. ഇതോടുകൂടി പ്രതിഷേധക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുകയാണ് നരേന്ദ്രമോദി. ഇതുവരെ വെല്ലുവിളിച്ചവരും സംഘപരിവാരുമെല്ലാം ഓർമ്മിക്കണം. ഇതിനിടയിൽ തന്നെ BJP ക്യാമ്പിൽ നിന്ന് തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായി. മുരളി മനോഹർ ജോഷി കുട്ടികളുടെ ആവശ്യം ന്യായമാണെന്ന് പറഞ്ഞു. RSSന്റെ ഭാഗത്തു നിന്നും പ്രതികരണമുണ്ടായി. അവസാന നിമിഷം വരെയും പിടിച്ചു നിൽക്കാൻ ശ്രമം നടത്തി. ഇതാണ് പ്രേക്ഷകർ കാണുന്നത്. രാജിക്കത്താണ് പ്രേക്ഷകർ കാണുന്നത്. പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുത്ത രാജിക്കത്താണ്. നിലവിൽ എന്താണ് രാജിക്കത്തിൽ പറയുന്നത് എന്നതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു. PR സുനിലും ആദിൽ പാലോടും നോബൽ ബാരിക്കാരനുമുണ്ട്. ആദിൽ പാലോട്, ഇപ്പോൾ രാജിക്കത്ത് നമ്മൾ പ്രേക്ഷകരെ കാണിക്കുകയാണ്. എന്താണ് രാജിക്കത്തിൽ പരാമർശിച്ചിരിക്കുന്നത്? എന്തു കാരണം പറഞ്ഞാണ് ധർമ്മേന്ദ്ര പ്രധാൻ ഒടുവിൽ ഈ പാർട്ടികൾക്കും യുവജന സംഘടനകൾക്കും പ്രതിപക്ഷ കക്ഷികൾക്കും മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നത്? इस सरकार में इस्तीफे नहीं होते। क्या
പി ആർ സുനിൽ കേൾക്കാമെങ്കിൽ പി ആർ സുനിൽ രാജിക്കത്ത് പി ആർ സുനിലിന്റെ കയ്യിലും ഉണ്ടാവും. ആ രാജിക്കത്തിൽ പരാമർശിച്ചിരിക്കുന്ന കാരണങ്ങൾ എന്താണ്? എന്ത് ന്യായീകരണമാണ് അവസാന നിമിഷവും ഗത്യന്തരമില്ലാതെ രാജി സമർപ്പിച്ച നരേന്ദ്രമോദി സർക്കാരിലെ ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രി ഒടുവിൽ തെറിക്കുമ്പോൾ, അതും ഇന്നേ വരെ ബി ജെ പിയുടെ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് മോദി സർക്കാരിന്റെ 12 വർഷത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായി ഒരു പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഒരു മന്ത്രി രാജിവെക്കുന്ന അസാധാരണമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ രാജിക്കത്തിൽ പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ എന്താണ്?